എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗാർഡനിങ് ടിപ്സൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഈ ഒരു സുന്ദരിയും എൻ്റെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ലൈഫ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ടല്ലോ. നമുക്ക് ഓരോരുത്തരും ഗാർഡനിങ് താല്പര്യം വരാൻ ഓരോരോ കഥകളുണ്ടാവും. അതിൽ മെയിൻ കഥ വഹിച്ച ഒരാളാണ് ഈ ഒരു നാടൻ റോസ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ഒരു കുഞ്ഞു സ്റ്റോറിയാണ് കേട്ടോ. കേൾക്കുമ്പോൾ ചെറുതായിട്ട് ചിരിയൊക്കെ വരും. എന്നിരുന്നാലും ഇവളാണ് എന്നെ ഇങ്ങനെ ഗാർഡൻ ഭ്രാന്തിയാക്കിയത്, ഗാർഡനോടുള്ള ഇഷ്ടം കൂട്ടിയത്, ഒരുപാട് ഒബ്സഷൻ തന്നത്, ഗാർഡനിങ് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാക്കിയത് ഇവളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവളെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ വലിയ സ്റ്റോറി ടെല്ലറൊന്നും അല്ല, അതുകൊണ്ട് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറിയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോറി തുടങ്ങുന്നത് ഒരു 2ാം ക്ലാസ്സുകാരിയിൽ നിന്നാണ് കേട്ടോ. ഈ 2ാം ക്ലാസ്സുകാരിക്ക് അധികം അങ്ങോട്ട് ചെടികളോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ചെടിയോട് നിൽക്കുന്നുണ്ട്, ചെടിക്ക് കൊണ്ടുപോയി വെള്ളം ഒഴിക്കണം, ചെടി നോക്കണം, അങ്ങനത്തെ ഒരു തോട്ടും ഉണ്ടായിരുന്നില്ലാത്ത ഒരു 2ാം ക്ലാസ്സുകാരി. അവൾ ഒരു ദിവസം അവളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്തോ സാധാരണ രീതിയിൽ രാവിലെ ഒന്നും ഉറക്കണിക്കാത്ത അവൾ ഒരു ദിവസം ഒരു 6:30-7 മണി സമയത്ത് ഉറക്കണിക്കുന്നുണ്ട്. പിന്നെയാണ് കഥ ആരംഭിക്കുന്നതെന്ന് പറയുന്ന പോലെ അവളിങ്ങനെ മുറ്റത്തോടെ നടക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് മഞ്ഞ് സമയമാണെന്ന് തോന്നുന്നു. മഞ്ഞോ മഴയോ സമയമാണ്. ഇതുപോലുള്ള ചെറിയ തുള്ളികൾ ആ റോസിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് അവളെങ്ങനെ അട്രാക്റ്റ് ചെയ്തു. കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. ഇത് നന്നായി വിടർന്ന് നിൽക്കുന്ന റോസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ മുട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിരിയുന്ന അതും അതിരാവിലെ, ഉച്ചയ്ക്കോ വൈകിട്ടോ കാണാൻ പറ്റാത്ത അതിമനോഹരമായ അതിരാവിലെ നിൽക്കുന്ന ഒരു ഭംഗിയുണ്ട് ഇതിന്. ആ ഒരു ഭംഗിയാണ് അവളെ അട്രാക്റ്റ് ചെയ്തത്. അതിൻ്റെ അടുത്തേക്ക് മെല്ലെ ചെല്ലുകയും അതിനെ പതിയെ നോക്കുകയും പതിയെ ഒന്ന് മണത്ത് നോക്കുകയും ചെയ്തു. ആ ഒരു മണം അതിന്നും അവളുടെ കൂടെയുണ്ട്. ആ ഒരു മണത്തിൽ നിന്നാണ് അവൾക്ക് ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങുന്നത്. പിന്നെ എന്നും ഈ പരിമളം നമുക്ക് അനുഭവിക്കണം, അല്ലെങ്കിൽ ഈ പരിമളം എന്നും കാണണം, അല്ലെങ്കിൽ ഈ ഒരു ഭംഗി എന്നും ഈ കണ്ണുകൊണ്ട് കാണണം എന്നുള്ള ആഗ്രഹം ആദ്യം അവൾ അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ അധികം അങ്ങോട്ട് മൈൻഡാക്കിയില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, ഒരു ഇൻട്രോവേർട്ടായ അവൾക്ക് ആരോട് ഇതിനെപ്പറ്റി ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം ഒരു 12ാം ക്ലാസ് വരെ ഇങ്ങനെ നീണ്ടു. 12ാം ക്ലാസ്സിൽ ഒരിക്കൽ ഇങ്ങനെ വഴി കൂടി വരുമ്പോൾ ഒരു ആൻറ്റി അവരുടെ ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്യലുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ഇങ്ങനെ വലിയ ചെടിയാകുമ്പോൾ അതിൻ്റെ പ്രൂൺ ചെയ്യത്തില്ലേ, അതുപോലെ ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധൈര്യം വന്നു, കാരണം അവരത് കട്ട് ചെയ്ത് കളയുമല്ലേ, അപ്പോൾ ഒരെണ്ണം ചോദിച്ചേക്കാം. അങ്ങനെ ഒരെണ്ണം ചോദിച്ചു. വളരെ ആശയോടെ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കുത്തിവെച്ചു. ഇപ്പോൾ ഇത് കിളിക്കും, ഒരുപാട് പൂക്കളുണ്ടാവും, ഞാനിത് കാണും, എന്നും രാവിലെ എനിക്ക് എൻ്റെ സ്വന്തമായി തന്നെ കാണാം എന്നുള്ള തോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ ഗംഭീരമായി ചീറ്റിപ്പോയി. അത് കിളിച്ച് കിട്ടിയില്ല. അവിടെയും തളർന്നില്ല. കോളേജുകളിൽ ഒരു നാണവും മാനവുമില്ലാതെ എല്ലാ ഫ്രണ്ട്സിനോടും ഇരക്കാൻ തുടങ്ങി. കാര്യമായിട്ട് തന്നെ ഇരന്ന് തുടങ്ങി. ഒരു കമ്പൗണ്ട് തരണേ, വേറെ ഒന്നും നീ കൊണ്ട് തരണ്ട, നാടൻ റോസിൻ്റെ കമ്പൗണ്ട് തരണേ, പരിചയപ്പെടുമ്പോൾ വീട്ടിൽ നാടൻ റോസ് ഉണ്ടോ, ഒരു കമ്പൗണ്ട് തരണേ. ഇങ്ങനെയായിരുന്നു പരിചയപ്പെടലുകളും കമ്പ് ചോദിക്കലുകളും. എല്ലായിടത്തുനിന്നും മേടിക്കുക, കൊണ്ട് വീട്ടിൽ വെക്കുക, ഇത് കിളിക്കത്തില്ല. എങ്ങനെയൊക്കെ മെത്തേഡുകൾ നോക്കിയെങ്കിലും കിളിക്കത്തില്ല. യൂട്യൂബിൽ നോക്കുന്നു, 45 ഡിഗ്രി കട്ട് ചെയ്യുന്നു, വെക്കുന്നു, കിളിക്കുന്നില്ല. അല്ലാതെ കുത്തി വെക്കുന്നു, കിളിക്കുന്നില്ല. സൂക്ഷിച്ച് എന്നും ടേക്ക് കെയർ ചെയ്യുന്നു, കിളിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഇലയൊക്കെ വരും, പക്ഷെ അത് പിന്നെ അങ്ങോട്ട് ശരിയാകുന്നില്ല. വേറെ എന്ത് ചെടി വെച്ചിരുന്നാലും ഈ ബുദ്ധിമുട്ട് അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് അവളുടെ തീരാ ദുഃഖമായിട്ട് തന്നെ അവളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് മേടിച്ച് വെക്കലായിരുന്നു പതിവ്. പക്ഷേ അതെങ്ങനെ വളർത്തണം എന്നുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം, പൂവാണല്ലോ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിങ്ങനെ 1 മാസത്തോളം ആ ഒരു ചെടി നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോകും. അതിനെന്താ കാരണം, പ്രൂൺ ചെയ്യത്തില്ല, ആദ്യം കൊണ്ടുവന്ന പ്ലാന്റ് റീപോർട്ട് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം എന്തെങ്കിലും ചെയ്താൽ ചെടി നഷ്ടപ്പെട്ടോ, കഷ്ടപ്പെട്ട് ചോദിച്ച് മേടിച്ചതാണ്, ജോലിയൊന്നും ഇല്ലല്ലോ, വീട്ടുകാരത്ത് ചോദിച്ച് മേടിച്ച ഒരു റോസയാണ്. അവർ ഉറപ്പായിട്ട് ചോദിക്കും ആ റോസ് എന്ത് ചെയ്യുന്നു. അതിനധികം ടേക്ക് കെയർ ചെയ്യാനുള്ള അറിവില്ലായ്മ കൊണ്ട് ആ പ്ലാന്റുകൾ നശിച്ചു പോകുമായിരുന്നു. പിന്നെ അവൾക്ക് ആ പ്ലാന്റുകൾ കിട്ടുന്നത് അവളുടെ കല്യാണ സമയത്താണ്. അവളുടെ കല്യാണ ചെക്കൻ അവൾക്ക് 3 റോസ് സമ്മാനമായി കൊടുത്തു. ആ 3 റോസ് അവൾക്കത് വളർത്തിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹം അവളെ ഗാർഡനിലേക്ക് ഒരുപാട് അടുപ്പിക്കുകയായിരുന്നു. അവൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു, മനസ്സിലാക്കി, അതെങ്ങനെ വളർത്തണമെന്ന് അവൾ പഠിക്കുകയായിരുന്നു. അങ്ങനെ അവൾ പഠിച്ച് ആ ഒരു
2 പ്ലാന്റ്, ഒരെണ്ണം ഫ്ലോപ്പായിരുന്നു. അത് കൊണ്ടുവന്നപ്പോഴേ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന പ്ലാന്റാണ്. ഞാൻ ഒരുപാട് രക്ഷപ്പെടുത്താൻ കഥയല്ലേ, അവൾ ഒരുപാട് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടായില്ല. പക്ഷേ 2 എണ്ണം അത് വളരെ, ഒരെണ്ണം ഒരു മൾട്ടി കളറും ഒരെണ്ണം ഒരു ക്രീം കളറും. നിങ്ങൾ എൻ്റെ വീഡിയോ, ആ കുട്ടിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 റോസിനെയും എപ്പോഴും കാണാൻ പറ്റും. കാരണം അത് ആ വീഡിയോകളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ 2 റോസ് വളരെ നല്ല രീതിയിൽ എനിക്കത് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗാർഡനിങ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ്സുകൾ മേടിച്ച് വെക്കൽ, അതിനെപ്പറ്റി പഠിക്കൽ. എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു പ്ലാന്റ്സ് കൊണ്ട് കുത്തിവെക്കുന്നതിലല്ല, അതെങ്ങനെ വളർത്തണം, ആ ഒരു പ്ലാന്റിന് ഇഷ്ടപ്പെട്ട എൻവയോൺമെൻറ്റ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ അന്നത്തോടെ മനസ്സിലാക്കിയ കാര്യമാണ്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്റ്റോറി മാറിപ്പോയല്ലേ, ആ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും. അവൾ നല്ല രീതിയിൽ ഗാർഡൻ ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു സ്റ്റോറി. ഇതിനിടയിൽ എൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ആ കുട്ടി. അത് എൻ്റെ ഒരു ഒബ്സഷൻ ആണ്. അപ്പം എന്നെ ഗാർഡനിലേക്ക് അടുപ്പിച്ചൊരു ഒബ്സഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് ചെറിയ നാൾ മുതലേ ജനിച്ച് വീണ മുതലേ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമില്ല. പയ്യെ പിന്നെ ഓരോ ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങി. പക്ഷേ അന്നും എന്നും എപ്പോഴും ഇതാണ് എൻ്റെ ഒബ്സഷൻ. ഇന്നലെ ഒരു ചെറിയ മൊട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഡെഫിനറ്റ്ലി ഇന്ന് രാവിലെ അവൾ ഈ ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ചാടി വീണതാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കിവളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, രാവിലെ ഇതിൻ്റെ മണം എല്ലാം. പിന്നെ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞാനൊരു ഗാർഡനിങ് ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു ചാനൽ തുടങ്ങി. അപ്പം ഇതതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതതിൻ്റെ ഒരു മെയിൻ സ്റ്റോറിയാണ്. എൻ്റെ ഗാർഡനിങ് ഇത്രയും ഒബ്സഷൻ ഉണ്ടാക്കി മെയിൻ സ്റ്റോറി ഇതാണ്. ടൈമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ ഇച്ചിരി കിട്ടുന്ന സമയത്ത് പോലും ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ഇവളാണ്. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്നേക്കാളും ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്, എൻ്റെ അമ്മ. അപ്പോൾ അമ്മയുടെ ഒരു കളക്ഷനിലെ റോസാണിത്. ഈ ഒരു റോസ് ഞാൻ നോക്കി നടന്നിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴങ്ങനെ നാടൻ റോസ് കിട്ടലില്ല. എല്ലാവരും നഴ്സറി കണ്ടോ വിരിയുന്നുണ്ടോ അവൾ. അയ്യോ കണ്ടോ, ഇങ്ങനെ പയ്യെ അവർ വിരിഞ്ഞ് വരും. ഓക്കെ, ഇതെന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ റോസാണ്. അപ്പം ഇത് അമ്മ വെച്ച് കിളിപ്പിച്ചതാണ്. അമ്മയ്ക്ക് റോസിൽ അമ്മ എക്സ്പേർട്ടാണ്. ഏതൊരു റോസ് നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്താലും ഇതിവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഇവിടെ എല്ലാം നമ്മുടെ റോസ് പ്രൊപ്പഗേറ്റിംഗ് ഏരിയയാണ്. ഇവിടെ കണ്ടോ എല്ലാം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, അടുത്തത് എലിസബത്ത് റോസിൻ്റെ അടുത്തൊരു പ്രൊപ്പഗേഷൻ കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രൊപ്പഗേറ്റിംഗ് ഏരിയയാണ്. ഇവിടെ വെച്ചാണ് നമ്മളിതിൻ്റെയൊക്കെ കിളിപ്പിച്ച് രക്ഷപ്പെടുത്തിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ. അവളും ടാറ്റ വരുന്നുണ്ട്, എല്ലാവരും കൊടുത്തോളൂ. ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്, എല്ലാം ഈ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു.